നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം അതിരൂപതയിൽ ഫ്രാൻസിസ് പാപ്പയുടെ അനുസ്മരണ ദിവ്യബലി വെള്ളിയാഴ്ച. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. സംസ്കാര ശുശ്രൂഷ ശനിയാഴ്ച. അന്ത്യവിശ്രമം സെന്റ് മേരി മേജർ ബസിലിക്കയിൽ. ഫ്രാൻസിസ് പാപ്പയുടെ ദേഹവിയോഗത്തിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സംഘടിപ്പിക്കുന്ന അനുസ്മരണ ദിവ്യബലി പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ഏപ്രിൽ 25 വെള്ളിയാഴ്ച വൈകിട്ട് 4 നടക്കും. അതിരൂപത അധ്യക്ഷൻ തോമസ് ജി നെറ്റോ മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിക്കും. അതിരൂപത സഹായമെത്രാൻ ആർ ക്രിസ്തുദാസ്, ആർച്ച് ബിഷപ്പ് എമിരിത്തോസ് സൂസവാക്യം, രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ യൂജിൻ എച്ച് പെരേര തുടങ്ങിയവർ പങ്കെടുക്കും. ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പയുടെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മാറ്റി പൊതുദർശനത്തിന് വച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ മണിക്കൂറിലും എത്തിക്കൊണ്ടിരുന്നത്. പാപ്പയുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്ന കാസ സാന്താ മാർത്തയിലെ ചാപ്പലിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുവരികയായിരുന്നു. ഈ സമയത്ത് മാത്രം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ 20,000-ലധികം വിശ്വാസികൾ തടിച്ചുകൂടിയിരുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാരം ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ സംസ്കാര ചടങ്ങിൽ കോളേജ് ഓഫ് കാർഡിനൽസിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റേറി നേതൃത്വം വഹിക്കും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പൊതുദർശനം നാളെ ആരംഭിക്കും. പിന്നീട് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി സാന്താ മരിയ മജിയോർ ബസിലിക്കയിലേക്ക് കൊണ്ടുപോകും. ഫ്രാൻസിസ് പാപ്പയുടെ അഭ്യർത്ഥന പ്രകാരം സംസ്കാരം മേരി മേജർ ബസിലിക്കയിലെ പൗളിൻ ചാപ്പലിലും ഫോസ ചാപ്പലിലും നടുവിലായിരിക്കും നടത്തപ്പെടുക. മുൻ പാപ്പാമാരിൽ ഭൂരിപക്ഷവും അന്ത്യവിശ്രമം കൊള്ളുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഫ്രാൻസിസ് പാപ്പയുടെ ആഗ്രഹം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി മീഡിയ കമ്മീഷൻ ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.